പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സമൃദ്ധിയിൽ നൽകട്ടെ എന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വാത്സല്യഭാചനങ്ങളായ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 29-ാം വാക്യം. തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കർത്താവ് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്.
ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവം ആർദ്രവാനും ക്ഷമാലുവുമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് എന്നോട് ഇഷ്ടമല്ല, ദൈവം എന്നെ വെറുക്കുന്നു, ദൈവം എന്നെ വിട്ട് എന്നെ വെറുത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപം നിമിത്തം ഇന്ന് ദൈവം എന്നെ വെറുക്കുന്നു, ദൈവം എന്നെ കണക്കിന് ശിക്ഷിക്കുകയാണ്. തെറ്റായ ഒരു നുണബോധ്യമാണത്. ഇതല്ല ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. ദൈവം കാരുണ്യവാനും ആർദ്രവാനും ക്ഷമാലുവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വളരെ മാന്യനും കേമനുമായൊരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ആ വ്യക്തി വളരെ സാമർഥ്യമുള്ളവനും കഴിവുറ്റവനും മികവുറ്റവനും അത്ഭുതകരമായ അഭിഷേകമുള്ളവനുമായ ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനയിൽ ഒരുപാട് മുൻപന്തി നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു. നല്ല യോഗ്യനായൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വിശ്വസ്തനായൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ ജീവൻ ത്യജിച്ചും തൻ്റെ സ്നേഹിതന് വേണ്ടി എന്തും ചെയ്യാൻ തക്കവിധം ആത്മാർത്ഥതയും വിശ്വസ്തതയും നിറഞ്ഞൊരു കൂട്ടുകാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ വ്യക്തിയാകട്ടെ ആ കൂട്ടുകാരനെ ദുഷ്ടലാക്കോടെ കൊലപ്പെടുത്തി. ആ കൂട്ടുകാരനെ കൃത്യമായി നിഗൂഢമായി പദ്ധതികൾ ആവിഷ്കരിച്ച് കൊല ചെയ്തു. അതോ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തമാക്കുക എന്ന ചീത്ത ലക്ഷ്യത്തോടുകൂടെ. ഇദ്ദേഹത്തിന് അനവധി ഭാര്യമാരും കുട്ടികളും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പ്രാർത്ഥനാപരമായി പറഞ്ഞാൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു വ്യക്തി തന്നെയായിരുന്നു. എത്ര നീചമായ പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വലിയ തകർച്ചകളുണ്ടായി. അദ്ദേഹത്തിൻ്റെ മക്കൾ തമ്മിൽ കലഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു. അദ്ദേഹം തൊടുന്നിടത്തെല്ലാം സമാധാനക്കേടുണ്ടായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാനുഭവം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അദ്ദേഹത്തിന് എങ്ങും പ്രശ്നമായി. ആ പ്രശ്നം അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളിലുണ്ട്. ദാവീദ് എന്ന് പറയുന്ന ഒരു അത്യുന്നത ദേവദാസന്റെ ജീവിതത്തിലുണ്ടായ സംഭവമാണിത്. ദാവീദിന്റെ ജീവിതത്തിൽ ഈ വിധം തിന്മ കരേറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും സമസ്ത മണ്ഡലങ്ങളിലും ദുരിതം പെയ്തിറങ്ങി. അങ്ങനെ അദ്ദേഹം ദുരിതത്തിലാകപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഡയറി കുറിപ്പുകളാണ് സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് 32-ാം സങ്കീർത്തനത്തിൽ 3 മുതൽ 5 വരെ വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാപങ്ങൾ ഏറ്റുപറയാതെ ഈ പാപത്തെക്കുറിച്ച് ഉള്ളിൽ ഭാരപ്പെട്ട് നടന്നിരുന്ന കാലം അദ്ദേഹം പറയാണ്, ഉണങ്ങി വരണ്ട വേനൽക്കാലത്ത് ചൂടുകൊണ്ടെന്ന പോലെ ശക്തി വരണ്ടുപോയി. എന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ എൻ്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. അവിടുന്ന് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു. ദൈവം ക്ഷമാലുവാണ്. പ്രഭാഷകൻ 17:29 പഠിപ്പിക്കുന്നു, കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യം എത്ര വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടും ക്രൂരത, ഒരിക്കൽ പോലും ആർക്കും ക്ഷമിക്കാൻ പറ്റാത്ത കൊടും ക്രൂരത ചെയ്ത ഈ വ്യക്തിയോട് ആ മനുഷ്യൻ ഒരു ക്ഷണം തിരിഞ്ഞു കരഞ്ഞപ്പോൾ, ഒരു ക്ഷണം പിന്തിരിഞ്ഞ് ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞപ്പോൾ ദൈവം എല്ലാം നിരുപാധികം ക്ഷമിച്ച്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യ പ്രവാചക പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 37-ാമത്തെ തിരുലിഖിതം, ജെറമ്യ 31:37. മുകളിൽ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാനും നിങ്ങൾക്കാവുമോ? എങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികളെ പ്രതി ഞാൻ തള്ളിക്കളയുകയുള്ളൂ. അനന്തമായി ക്ഷമിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കാരുണ്യവാനാണ്. വലിയ കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. 103-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു, അവിടുന്ന് നിന്റെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിക്കുന്നു. അവിടുന്ന് നിന്റെ അകൃത്യങ്ങളൊക്കെയും ക്ഷമിക്കുന്നു. പ്രിയപ്പെട്ട ദൈവപൈതലേ, മനസ്സിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? പാപത്തിന്റെ കിരാതമായ ഭരണത്തിൽപ്പെട്ട് നീ ശ്വാസം മുട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണോ? നിന്റെ മനസ്സിലുള്ളതെല്ലാം നിന്റെ ദൈവത്തിന് പോലും തുറന്നു പറ. നിന്റെ മനസ്സിന്റെ വേദനകളും പാപത്തിന്റെ ഭാരങ്ങളും പാപം വേട്ടയാടുന്ന ജീവിതത്തിന്റെ തകർച്ചയുടെ അനുഭവങ്ങളും നീ ഒന്ന് പൊട്ടിക്കരഞ്ഞ് നിന്റെ ദൈവത്തിന് പോലും തുറന്നു പറ. നിന്റെ ദൈവത്തിന്റെ കരുണ നീ അനുഭവിക്കും. 103-ാം സങ്കീർത്തനത്തിൽ 5-ാം തിരുലിഖിതത്തിൽ പ്രകാരം 4-5 തിരുലിഖിതങ്ങൾ പ്രകാരം വായിക്കുന്നു, അവിടുന്ന് നിന്നെ തന്റെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കിരീടമണിയിക്കും. പ്രൈസ് ദി ലോർഡ്. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും കിരീടമണിയിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മറക്കാനും പൊറുക്കാനും പറ്റാത്ത തരത്തിലുള്ള തകർച്ചയോ പാപമോ ദുഷ്കൃത്യങ്ങളോ അകൃത്യങ്ങളോ ഉണ്ടായാൽ നീ നശിച്ചു പോകണമെന്നുള്ളതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. ആരും നശിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നില്ല. ദുഷ്ടന്റെ നാശത്തിൽ ദൈവം സന്തോഷിക്കുന്നില്ല. അനുദപിച്ച് പിന്തിരിഞ്ഞ് രക്ഷ പ്രാപിക്കണം എന്നതിലാണ് ദൈവം ആനന്ദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ 43-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. മറന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. ദൈവം ഒരു ദൈവ പൈതലിന്റെ തെറ്റ് തുടച്ചു മാറ്റുമ്പോൾ എന്തിന്റെ യോഗ്യതയാലാണ് ആ തെറ്റ് തുടച്ചു മാറ്റുന്നത്? നമ്മുടെ പ്രാർത്ഥനയുടെ യോഗ്യതയാലോ? നമ്മുടെ പുണ്യപ്രവൃത്തികളുടെ യോഗ്യതയാലോ? നമ്മുടെ തപസ്സിന്റെ യോഗ്യതയാലോ? നമ്മുടെ പരിഹാര പ്രവൃത്തിയുടെ യോഗ്യതയാലോ? അല്ല എന്ന് ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ഞാൻ തന്നെ നിന്നോട് പറയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കുരിശിൽ ബലിയായി വിട്ട പിതാവ് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരമായിട്ടത്രേ യേശുവിനെ കുരിശിൽ ബലിയായി വിട്ടുകൊടുത്തത്. യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ഏറ്റെടുത്ത് കുരിശിൽ ബലിയായി മരിച്ചു. അതിനാൽ തന്നെ ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, അതിനാൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപങ്ങളും ഞാനിനി ഒരിക്കലും ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരുടെ ദുഷ്കൃത്യങ്ങളും പാപങ്ങളും ഞാനിനി ഒരിക്കലും ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. അനന്തമായി ക്ഷമിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അനന്തമായി ക്ഷമിച്ച് സ്നേഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ വന്ന തെറ്റുകളും ജീവിതത്തിൽ വന്ന കുറ്റങ്ങളും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണോ? ഈ രാത്രി ഈ നിമിഷം തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങുക. പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങുക. പിതാവ് നിന്നെ കാത്തിരിക്കുകയാണ്. പിതാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പിതാവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് മനസ്സിൽ കിടക്കുന്ന എല്ലാം ഒന്ന് കൊട്ടിയിടുക. മനസ്സിൽ കിടക്കുന്ന എല്ലാം ഒന്ന് തുറന്നു പറയുക. മനസ്സിൽ കിടക്കുന്ന എല്ലാം ഒന്ന് വെളിപ്പെടുത്തുക. ഒന്ന് മനസ്സ് തുറന്നൊന്ന് പൊട്ടിക്കരയുക. യേശു ക്രിസ്തുവിൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിൽ നിനക്ക് പാപക്ഷമയുണ്ട്. യേശു ക്രിസ്തുവിൽ നിനക്ക് രക്ഷയുണ്ട്. യേശു ക്രിസ്തുവിൽ നിനക്ക് സൗഖ്യമുണ്ട്. യേശു ക്രിസ്തു നിന്റെ രക്ഷയും സമാധാനവും അത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
കുരിശിൽ മരിച്ച യേശുവിന് മുമ്പിൽ മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞാൽ അവിടെ നിനക്ക് സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം ഇവിടെ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ 23 വയസ്സ് പ്രായമുള്ള ഒരു ദൈവ പൈതൽ ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിൻ്റെ അവസാന ദിവസം അവൻ വന്ന് സ്റ്റേജിൽ വന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ ഒരു തെരുവ് ഗുണ്ടയാണ്. ഞാൻ ഈ ധ്യാനത്തിന് വന്നിരിക്കുമ്പോൾ ഞാൻ അനേകം വ്യക്തികളെ കൊല ചെയ്യാൻ ഉപയോഗിച്ച കത്തിയുമായിട്ടാണ് ഞാൻ അവിടെ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. 23 വയസ്സുള്ള ഈ വ്യക്തി ഈ പ്രായത്തിനിടയ്ക്ക് തന്നെ 23 കൊലപാതക ശ്രമങ്ങളിൽ പങ്കാളിയാണ്. 6 കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിരവധി കേസുകൾ അദ്ദേഹം അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പറഞ്ഞു, ആദ്യത്തെ ദിവസം ധ്യാനം കൂടി എനിക്കൊരു അനുഭവമായില്ല, രണ്ടാമത്തെ ദിവസം ധ്യാനം കൂടി അനുഭവമായില്ല, മൂന്നാമത്തെ ധ്യാനം കൂടി അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ചെയ്തത്രയും തെറ്റ് ചെയ്ത ആരെങ്കിലും ഈ ഭൂമുഖത്തുണ്ടോ? 23 വയസ്സിനിടയിൽ 23 കൊലപാതക ശ്രമങ്ങൾ, 6-7 വ്യക്തികളെ കൊല ചെയ്തിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ തെറ്റുകൾ എൻ്റെ ദൈവം എന്നോട് പൊറുക്കുമോ? കുമ്പസാരിക്കാൻ പോയിട്ട് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പോയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മുട്ടുകുത്തിയിട്ട് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഓരോ തരത്തിലുള്ള ചിന്തകൾ. ആ വ്യക്തി പറഞ്ഞു, ഞാൻ നശിച്ചവനാ. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ നശിച്ചൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ചെറുപ്പത്തിലെ തന്നെ നശിച്ച തെരുവിലേക്ക് ഞാൻ ഇറങ്ങി. കുട്ടിക്കാലത്ത് തന്നെ വീട് വിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ കയറിയിട്ട് കാലങ്ങളായി. ഞാൻ തെരുവ് കൂട്ടുകാരോട് കൂടെ തെരുവ് ഗുണ്ടയായി കാലങ്ങളായി ഞാൻ മാറിക്കഴിഞ്ഞു. ഇനി എനിക്ക് തിരിച്ചു പോകാൻ അസാധ്യമാണ്. എൻ്റെ ദൈവം പോലും ക്ഷമിക്കാത്ത ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും ആ ദൈവ പൈതൽ ഈ ധ്യാന കേന്ദ്രത്തിൽ ഈ കുരിശുമരത്തിന് ചുവട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, എന്നേക്കുമായി അങ്ങനെ തള്ളിക്കളയുമോ? അവന്റെ നിലവിളിയും ദൈവം കേട്ട്, അവന്റെ പ്രാർത്ഥനയും ദൈവം ശ്രവിച്ച് അവന്റെ ഹൃദയത്തിലേക്ക് അനുതാപത്തിന്റെ അരുവികൾ ഒഴുകി. അവൻ പൊട്ടിക്കരഞ്ഞ്, അവന്റെ ഹൃദയം അനുതാപം കൊണ്ട് നിറഞ്ഞു, കണ്ണുനീർ ധാരധാര ഒഴുകി. അവൻ മനസ്സ് തുറന്ന് എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞ്, എല്ലാം മനസ്സിലാക്കുന്ന തമ്പുരാന്റെ മുമ്പിൽ എല്ലാം ഒന്ന് വെളിപ്പെടുത്തി തുറന്നൊരു കുമ്പസാരം നടത്തി. അവന്റെ ജീവിതത്തിൽ അന്ധകാരം മാറിപ്പോയി. അവന്റെ ജീവിതത്തിൽ പാപക്കെട്ടുകൾ അഴിഞ്ഞു വീണു. അവന്റെ ജീവിതത്തിൽ പിശാചിന്റെ കോട്ടകൾ തകിടം മറിഞ്ഞു. അവൻ ദൈവ പൈതലായി. അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ പാപത്തിലേക്കില്ല, ഇനി ഒരിക്കലും ഞാൻ തിന്മയിലേക്കില്ല. 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ ഞാൻ സമാധാനം അനുഭവിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത്? നിന്നെ ഈ അവസ്ഥയിൽ നിന്റെ ദൈവം നിന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. പാപത്തിന്റെ കെട്ടുകൾ അഴിയുന്ന പാപക്ഷമയുടെ സുഖം അനുഭവിക്കാൻ തക്കവിധം മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ആത്മീയ ദൂത് ശ്രവിച്ച എല്ലാ ദൈവമക്കൾക്കും പാപക്ഷമയുടെ സുഖം എന്തെന്നറിയാൻ കർത്താവെ അവിടുന്ന് കൃപ ചൊരിയണമേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ജീവിതത്തിൽ എന്നെങ്കിലും എല്ലാ പാപം വിട്ടുപേക്ഷിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് വരാൻ അവിടുന്ന് ഇപ്പോൾ തന്നെ മുദ്ര ചെയ്യണമേ. പിതാവേ, പാപത്തിൻ്റെ കോട്ടകളിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന, തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി പിശാച് അടിമയാക്കിയിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദുഷ്ടാരിയുടെ കോട്ടകൾ വിട്ടൊഴിയട്ടെ, ചങ്ങലകൾ മുറിഞ്ഞു വീഴട്ടെ, ദൈവശക്തിയാൽ വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ദൈവശക്തിയാൽ അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരുണ്യത്തിൻ്റെ നിറകുടമായ ദൈവം തൻ്റെ അത്ഭുതകരമായ കാരുണ്യത്തിൻ്റെ അഭിഷേകത്താൽ ഓരോരുത്തരെയും കിരീടമണിയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് കിരീടമണിയിക്കുന്ന ദൈവം കുറ്റബോധത്തിൻ്റെ പിടിയിലിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ സ്നേഹമായി ഒഴുകി വ്യാപരിക്കട്ടെ. സ്നേഹസ്പർശനങ്ങളാൽ ഈ നിമിഷങ്ങൾ അനേകരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഇപ്പോൾ തരളിതമാക്കട്ടെ. അത്ഭുതങ്ങൾ നടന്ന് ദൈവത്തിൻ്റെ സ്പർശനങ്ങളാൽ ആശ്വാസം പ്രാപിച്ച് ദൈവജനം ദൈവത്തെ ആരാധിക്കാൻ തക്കവിധം വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എല്ലാ ദൈവമക്കളും ഇപ്പോൾ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വേദനകളെയും ഭാരങ്ങളെയും സംശയങ്ങളെയും ഏകാന്തതയെയും കുറ്റബോധത്തെയും വെറുപ്പിനെയും ഭയത്തെയും എനിക്കിനി മോചനമുണ്ടോ എന്ന ചിന്തയെയും ഞാൻ തകർന്നു, എനിക്കിനി രക്ഷയില്ല, എനിക്കിനൊരു ജീവിതമില്ല എന്നുള്ള അവസ്ഥയെല്ലാം സമർപ്പിച്ച് കണ്ണുനീരോടെ വിളിക്കുകയാണ്. മകനെ, ഇവിടെ നീ കരഞ്ഞാൽ, ഇവിടെ നീ നിലവിളിച്ചാൽ, ഇവിടെ നീ യേശുവിലേക്ക് നിന്റെ ഹൃദയം ഉയർത്തിയാൽ ദൈവം നിന്റെ ഹൃദയത്തെ സ്പർശിക്കും. വലിയ മാറ്റങ്ങളുണ്ടാകും. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളാൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അഭിഷേകം ചെയ്യുന്നവനെ, ഈ നിമിഷങ്ങളിൽ പാപത്തിൻ്റെ കോട്ടകളിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കാൻ തക്കവിധം അത്ഭുതകരമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ കോട്ടയായിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ എല്ലാ ആധിപത്യങ്ങളും തകർന്നു പോകട്ടെ. പാപത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരിന്ന് പാപച്ചങ്ങലകൾ പൊട്ടി വീഴട്ടെ. തഴക്കദോഷങ്ങൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ, പലതരത്തിലുള്ള ദുർവൃത്തി, അശുദ്ധി, മ്ലേച്ഛത, ഇവിടെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ അത്ഭുത നാമത്താൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ദൈവകൃപ ഒഴുകട്ടെ. ദൈവകൃപയുടെ അഭിഷേകം അനേകം മക്കളിലേക്ക് ഇപ്പോൾ പടരട്ടെ. എൻ്റെ പേര് ബെന്നി, ഭാര്യയുടെ പേര് ആൻസി, കൊച്ചിൻ്റെ പേര് ജോയൽ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞായിരുന്നു. 2004 ഫെബ്രുവരി ആദ്യത്തെ ധ്യാനത്തിന് ഞങ്ങൾ അട്ടപ്പാടി വെച്ച് ധ്യാനം കൂടുകയും ആ വർഷം തന്നെ 2004 ജൂലൈയിൽ വീണ്ടും ഒന്നും കൂടി ഞങ്ങൾക്ക് ധ്യാനം കൂടാൻ ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു. ആ ധ്യാനത്തിന് ശേഷം അതിന് ശേഷം വിശേഷം ഉണ്ടാവുകയും 2005 മാർച്ച് 3-ാം തീയതി ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദമ്പതികളുടെ ജീവിതത്തിൽ കർത്താവ് 2004 ഫെബ്രുവരി മാസത്തിൽ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടന്ന ധ്യാനത്തിൽ വെച്ച് അത്ഭുതകരമായി ഇടപെട്ടു. വിവാഹത്തിന് ശേഷം 8 വർഷമായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാതെ വളരെ വേദനയോടെ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ഇവരുടെ നിലവിളി കേട്ട് ഇവർക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരങ്ങളടി ഈശോയെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ആൻമേരി സോണിയാജോയ്. ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള ഇടമകലാണ് എൻ്റെ സ്ഥലം. 1 വർഷത്തോളമായി എൻ്റെ തൊണ്ടയിൽ ഒരു മുഴ വളർന്നു വരികയായിരുന്നു. അത് എറണാകുളത്ത് വെച്ച് ഒരു ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്തു. പക്ഷേ എങ്കിലും പിന്നീടും വേറെ മുഴകൾ വളർന്നു വരികയായിരുന്നു. അത് മേരിലാൻഡ് വെച്ച് നടന്ന സഹിയോൻ ടീമിൻ്റെ ധ്യാനത്തിൽ വെച്ച് സൗഖ്യമാക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം സ്കൂളിൽ വെച്ച് വീണതാൽ നടുവിനുണ്ടായ ക്ഷതം, കൈകൾക്കും കാലുകൾക്കും വേദന ഉണ്ടാവുകയും നീരുകൾ വരികയും ചെയ്തായിരുന്നു. അതും സുഖമാക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടമറുകിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരി ഏതാണ്ട് 1 വർഷത്തോളമായി തൊണ്ടയിൽ ഒരു മുഴ വരികയും അത് ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലായിരുന്നു. 2006 ഏപ്രിൽ മാസത്തിൽ മേരിലാൻഡ് ഇടവക ദേവാലയത്തിൽ വെച്ച് നടത്തിയ ദൈവവചന കൺവെൻഷനിൽ വെച്ച് സഹിയോൻ ടീമിൻ്റെ ശുശ്രൂഷ മധ്യേ ഈ മകളെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തി.